ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോളും ഷാനവാസും തമ്മിൽ അവിടെ പൊരിഞ്ഞ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവരവരുടെ ബെഡിലാണ് കേട്ടോ നിൽക്കുന്നത്. അനുമോൾ അനുമോളുടെ ബെഡിൽ നിൽക്കുന്നുണ്ട്, ഷാനവാസ് അനീഷിന്റെ ബെഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചർച്ച ചെയ്യാണ്. ഷാനവാസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പൊ തുടർച്ചയായിട്ട് അനീഷിനെ എല്ലാവരും കൂടെ ഗ്രൂപ്പ് കളിച്ചുകൊണ്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആഴ്ചയിലും അനീഷാണല്ലോ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ശരിയായില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസും നമ്മുടെ അനുമോളും കൂടെ അവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരാണെങ്കിലും അനീഷിനോട് എത്ര വഴക്കിട്ടാലും ഷാനവാസിന്റെ മനസ്സിന്റെ ഉള്ളിൽ അനീഷിനോടൊരു ഇഷ്ടമുണ്ട് കേട്ടോ, അത് ശരിയാണ്. അതുപോലെ തന്നെയാണ് ആദില നൂറയുടെ ായിട്ട് അനു വഴക്കിട്ടാലും ആദിലയും നൂറയും കുറിച്ച് അനൊരിക്കലും കുറ്റം പറയാറില്ല. അത് വേറൊരു കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ആദില നൂറയ്ക്ക് ഇപ്പൊ അറിയാം ഇനി ഇവരുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട, ഒറ്റയ്ക്ക് നിൽക്കാം എന്നുള്ള ഒരു ചിന്ത രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഇവിടെ ഷാനവാസും അനുമോളും ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെറും കറിവേപ്പില പോലെ ആയി എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് അവിടെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് അനീഷിനെ അവിടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ. പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.